ചരിത്രത്തിൽ പലപ്പോഴും അത്ഭുതങ്ങളും വിസ്മയങ്ങളും സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച ഒരു വിസ്മയത്തിനെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കേരളീയ നവോത്ഥാനത്തിൻ്റെ വെള്ളി നക്ഷത്രം എന്ന് പൊതുവെ വീക്ഷിക്കപ്പെടുന്ന നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ് ആ ഒരു വിസ്മയ ചരിത്രം. രണ്ടായിരത്തി 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിലെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ അതല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിലെ ഒരു നവോത്ഥാന പ്രക്രിയ ആരംഭിച്ച ശ്രീബുദ്ധൻ്റെ പേരിൽ പലപ്പോഴും നമ്മുടെ നാരായണ ഗുരുവിനെ പലരും ഉപമിക്കാറുണ്ട്. അഭിനവ ബുദ്ധൻ എന്ന് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അത്തരത്തിൽ പക്ഷേ അഭിനവ ബുദ്ധൻ്റെ മുമ്പ് ജീവിച്ചിരുന്ന യഥാർത്ഥ ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഒരു ഏക ഭൗതിക അവശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലെ കാണ്ടി പട്ടണത്തിലാണ്. ശ്രീലങ്കയിലെ കാണ്ടി പട്ടണത്തിൽ ദളത മലീഗാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് ശ്രീബുദ്ധൻ്റെ ഒരു പല്ലാണ്. ഇത് വർഷം തോറും ഈ പല്ല് പുറത്തെഴുന്നള്ളിക്കാറുണ്ട്. ആചാരപൂർവ്വം ആളുകൾ വണങ്ങാറുണ്ട്. ഒരു ഉത്സവം പോലെ തന്നെ കൊണ്ടാടാറുമുണ്ട്. നമ്മുടെ നാരായണ ഗുരു 2 തവണ ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ കാണ്ടി പട്ടണത്തിൽ പോവുകയും അവിടെ ആ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തതായി പറയപ്പെടും. ഏതായാലും അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ച് ഈ പുണ്യദന്തം കണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന് സമാനമായി നാരായണ ഗുരുവിൻ്റെ ദന്തവും ഇന്ത്യയിൽ പുണ്യദന്തമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയപ്പെടുന്ന ചരിത്ര വിസ്മയം. ഇത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് പോകണം. നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസിന് പോലും ഉപജീവ്യനായിരുന്ന തിരുവനന്തപുരത്തുകാരനായ ഡോക്ടർ ചെമ്പകരാമൻപിള്ള, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജർമ്മനി കേന്ദ്രീകരിച്ച് സംഘടന ഉണ്ടാക്കുകയും അവിടെ ഇരുന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അദ്ദേഹം അവസാനം കൊല്ലപ്പെടുന്നുണ്ട്, അല്ല മരിച്ചതാണെന്ന് പറയപ്പെടും. എന്തായാലും അദ്ദേഹത്തിന് 40 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അന്തരിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം കൂടെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ, ചെമ്പകരാമൻപിള്ളയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി അതിലാവേശം കൊണ്ട് സമര രംഗത്തേക്ക് വന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഗോപാലപിള്ള എന്ന വിദ്യാർത്ഥി. ഈ ഗോപാലപിള്ളയുടെ സ്വന്തം സ്ഥലം മാവേലിക്കരയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി വന്നത് കാരണം തന്നെ ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ ഉണ്ടാവുകയും അങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നേരെ ശ്രീലങ്കയിലേക്ക് വണ്ടി കയറുകയും ചെയ്തു. വള്ളത്തിൽ കയറി ശ്രീലങ്കയിലേക്ക് പോവുകയും ചെയ്തു. ശ്രീലങ്കയിൽ ചെന്നതിന് ശേഷം ജർമ്മൻകാരനായ ഒരു ദന്ത ഡോക്ടറുടെ സഹായിയായി കൂടുകയും അങ്ങനെ അവിടെ 3-4 കൊല്ലം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൽ അദ്ദേഹം ഒരു ദന്താശുപത്രി സ്ഥാപിക്കുന്നു. ആ ദന്താശുപത്രിയുടെ ഡോക്ടറായി അദ്ദേഹം കണ്ടെത്തിയത് മിഷിമാര എന്ന ജപ്പാൻകാരിയാണ്. മിഷിമാര എന്ന ജപ്പാൻകാരി അവിടെ ഇരുന്നു കൊണ്ട് ദന്ത ചികിത്സ നടത്തുകയും അതിൻ്റെ സഹായിയായി ഈ നമ്മുടെ ഗോപാലപിള്ള പ്രവർത്തിക്കുകയും ചെയ്തു വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ മിഷിമാര നേരെ എറണാകുളത്തേക്ക് മാറുന്നു. അവരുടെ ചികിത്സാ കേന്ദ്രം എറണാകുളത്തേക്ക് മാറിയപ്പോൾ ഈ ഗോപാലപിള്ള എന്ന സഹായിയായി 2 ദന്ത ഡോക്ടറുടെ സഹായിയായി പ്രവർത്തിച്ച ഇദ്ദേഹം പേര് മാറി ഡോക്ടർ G.O. പാൽ എന്ന് ബോർഡ് വെച്ചു. അങ്ങനെ ഡോക്ടർ G.O. പാൽ എന്നുള്ള പേരിൽ ആ ബോർഡ് ഈ അടുത്ത കാലം വരെ ഏതാണ്ട് 2000 വരെ ആ ബോർഡ് അവിടെ തൂങ്ങിയിരുന്നു, 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ. ഈ G.O. പാൽ ഡോക്ടർ G.O. പാൽ എന്ന പേരിൽ
അദ്ദേഹം ആശുപത്രി ആരംഭിക്കുകയും ആ ആശുപത്രിയോട് ചേർന്ന് 4 ലോഡ്ജ് മുറികൾ 4 മുറികളുള്ള ഒരു കെട്ടിടം ലോഡ്ജായി പരിവർത്തിപ്പിക്കുകയും ചെയ്യും. ആ കാലഘട്ടത്തിലാണ് നാരായണ ഗുരു നമ്മുടെ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഏതാണ്ട് വിശ്വപ്രസിദ്ധനായി വരുന്നൊരു കാലഘട്ടം. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് നിരവധി ശിഷ്യന്മാർ, വേളിമലയിലും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് ശേഷം ആ ഭാഗത്തെല്ലാം ധാരാളം ശിഷ്യന്മാരൊക്കെ ഉണ്ടായി വന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ചെമ്പഴന്തയിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ ഒരു ദിവസം ഇദ്ദേഹത്തിന് ഒരു പല്ലുവേദന അനുഭവപ്പെട്ടു. അങ്ങനെ തൊട്ടടുത്തുള്ള ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ ഡോക്ടർ ജീവപാലിനെ സമീപിക്കുന്നു. ജീവപാൽ പരിശോധിച്ചു, ഊന് വീക്കമുണ്ട്, അതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്തു വിട്ടു. കുറഞ്ഞില്ലെങ്കിൽ എന്നെ വന്ന് വീണ്ടും കാണണം എന്ന് പറഞ്ഞ് വിട്ടു. അദ്ദേഹം പോയി വേളിമലയിലൊക്കെ പോയതിന് ശേഷം തിരിച്ചു വന്നു. പക്ഷേ വേദനയ്ക്ക് ഒരു കുറവുമില്ല, വേദന അസഹ്യമായ വേദന. അങ്ങനെ വീണ്ടും തിരിച്ചു വരവേ ഡോക്ടർ ജീവപാലിനെ കാണും. അപ്പോൾ ജീവപാൽ പറഞ്ഞു, ഈ പല്ല് ഇളക്കിയേ പറ്റൂ, ഈ പല്ലിരുന്നാൽ പ്രശ്നമാണ്, അത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഈ പല്ല് ഇളക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, എൻ്റെ മുറിയിൽ, എൻ്റെ ലോഡ്ജിൽ അങ്ങേക്ക് താമസിക്കാം. 2 ദിവസം താമസിച്ചതിന് ശേഷം പല്ലിളക്കി അത് സുഖമായതിനു ശേഷം പോകാം. നാരായണ ഗുരു പൂർണ്ണമായും ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുകയും ആ പല്ലിളക്കുന്നതിനുള്ള ഇളക്കി അദ്ദേഹം പൂർണ്ണമായി വിശ്രമിച്ച് പിന്നെ എല്ലാം പഴയപടി ആയതിനു ശേഷം അദ്ദേഹം യാത്രയാവുകയും ചെയ്തു. പ്രസിദ്ധനായി കഴിഞ്ഞ നാരായണ ഗുരു എന്ന സന്യാസി വര്യനെ അദ്ദേഹത്തിൻ്റെ പല്ല് ഒരു ദിവ്യ വസ്തു പോലെ ഡോക്ടർ ജീവപാൽ സൂക്ഷിച്ചു. അത് 1996 അദ്ദേഹത്തിന് 97ാമത്തെ വയസ്സിലാണ് ഡോക്ടർ ജീവപാൽ അന്തരിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം ആ പല്ലുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനായ ജയേന്ദ്രപാൽ, ഈ ജയേന്ദ്രപാൽ അമേരിക്കയിലേക്ക് കുടിയേറി അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്ത ആളാണ്. അങ്ങനെ ജയേന്ദ്രപാലിനോടൊപ്പം അദ്ദേഹം അമേരിക്കയിലാണ് കഴിച്ചുകൂട്ടിയത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഈ പല്ല് ജയേന്ദ്രപാലിനെ ഏൽപ്പിക്കുകയും ഇത് ഒരു പുണ്യവസ്തുവായി സൂക്ഷിക്കണമെന്നും അത് സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇത് അർഹമായ ആളുകളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഈ പുണ്യദന്തം കെ ദാമോദരൻ, ഈ കെ ദാമോദരൻ എന്ന് പറയുന്ന ആള് ബോംബെയില് നാരായണ ഗുരു സ്മാരക സമിതിയുടെ, നാരായണ ഗുരു മന്ദിര സമിതിയുടെ സ്ഥാപകനാണ്. നാരായണ ഗുരു മന്ദിര സമിതിയുടെ സ്ഥാപകനായ കെ ദാമോദരനെ ഏൽപ്പിക്കും. ഈ കെ ദാമോദരൻ ഇതിനെ ഈ പറഞ്ഞതുപോലെ ഇതൊരു ദിവ്യദന്തമായിട്ട് തന്നെ, കാണ്ടിയിൽ എങ്ങനെയാണോ ശ്രീബുദ്ധന്റെ പുണ്യദന്തം സൂക്ഷിച്ചത് അതേ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി തന്നെ ഈ പുണ്യദന്തത്തെ അദ്ദേഹം ബോംബെയിൽ ഗുരുമന്ദിരത്തിൽ സൂക്ഷിച്ചു. കഴിഞ്ഞു വരവേ എല്ലാ ഫെബ്രുവരി മാസവും ആദ്യത്തെ ആഴ്ച ഇത് കാണുന്നതിന് വേണ്ടി ഭക്തജനങ്ങളെ അനുവദിക്കാറുണ്ട്. അങ്ങനെ ഇന്നും അത് തുടർന്നു വരുന്നു. അത് കാണുവാൻ വലിയ തിരക്കാണ്. അതുകൊണ്ട് ഈ ഒരാഴ്ച കൂടി കൂടുതൽ ദിവസങ്ങൾ ഈ ദർശനത്തിന് വേണ്ടി ഇത് മാറ്റുന്നതിനെ കുറിച്ച് അവിടുത്തെ മന്ദിരസമിതി ആലോചിച്ചു ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാരായണ ഗുരുവിൻ്റെ ഒരു ഏക ഭൗതിക അവശേഷിപ്പായ ഈ ദന്തങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ബോംബെയിലാണ്. ബോംബെ ഗുരുമന്ദിരത്തിലാണ്. കെ ദാമോദരൻ എന്ന് പറയുന്ന അതിൻ്റെ സ്ഥാപകന്റെ നേതൃത്വത്തിലാണ് അവിടെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നും അത് കാണുന്നതിന് വേണ്ടി നല്ല ഒരു വലിയ തരത്തിൽ തന്നെ ഭക്തജന തിരക്കുണ്ടാവാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. 2500 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ശ്രീബുദ്ധന്റെ ഭൗതിക അവശേഷിപ്പായ ദന്തം ശ്രീലങ്കയിലാണ് എങ്കിൽ അഭിനവ ബുദ്ധൻ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന നാരായണ ഗുരുവിൻ്റെ ദന്തവും സൂക്ഷിച്ചിരിക്കുന്നത് അയൽ രാജ്യമായ ഇന്ത്യയിലാണ്. അത് ബോംബെയിലാണ്. നന്ദി, നമസ്കാരം.